ധനമന്ത്രി തോമസ് ഐസക് മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് പോയ ശേഷം തിരികെ വരുമാനമുണ്ടെങ്കിൽ അവർ റിട്ടേൺ ഷെഡ്യൂൾ റേറ്റ് നികുതി അടക്കണം. അവർക്ക് ഇൻപുട്ട് ടാക്സും ക്ലെയിം ചെയ്യാം. അപ്പോൾ 14% നികുതി എന്ന് പറഞ്ഞാൽ ആരും ഞെട്ടണ്ട. 14% നികുതിയിൽ നിന്ന് അവർ മേടിച്ചപ്പോൾ കൊടുത്ത നികുതി കിഴിച്ച് ശിഷ്ടം തന്നേച്ചാൽ മതി. ഇപ്പോൾ അത് അങ്ങനെ നിർബന്ധമില്ല. നിർബന്ധമില്ല, സർക്കാർ കൃത്യമായിട്ട് പരിശോധിക്കുന്നില്ല. അതുകൊണ്ട് മാറി നിൽക്കാം. നിയമത്തെ അനുസരിക്കുന്നവരും മണ്ടന്മാരാണ്. ദാറ്റ്സ് ഇറ്റ്. ഇനി അങ്ങനെയല്ല. സിസ്റ്റം സ്ക്രൂട്ടിനി വരുമ്പോഴേ ഇവർ കണക്ക് തന്നില്ലെങ്കിലും അതിന് മുകളിലുള്ള കച്ചവടക്കാർ അവരുടെ കണക്കിൽ വരും, ഇന്ന ആൾക്ക് സാധനം വിറ്റു എന്നുള്ളത്. അങ്ങനെ അൺഅക്കൗണ്ടഡ് സെയിൽ ഇദ്ദേഹത്തിനുണ്ടെങ്കിൽ പിടിക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പം മാനുവലായിട്ട് നമ്മളിത് സ്ക്രൂട്ടിനൈസ് ചെയ്യുമ്പോൾ ഇത് പരിശോധിക്കാൻ വളരെ പ്രയാസമായിരിക്കും. എന്നാൽ കമ്പ്യൂട്ടർ സിസ്റ്റം സ്ക്രൂട്ടിനൈസ് ചെയ്യുമ്പോൾ ഈ ഹോൾസെയിലർ ആരൊക്കെ വിറ്റു, ഇയാൾക്ക് വിറ്റിട്ടുണ്ട്, അങ്ങനെ ഇയാളുടെ പേരിൽ വാങ്ങിയിട്ടുള്ളതെല്ലാം കൂട്ടുമ്പോൾ 60-ന് മുകളിൽ വന്നാൽ, അല്ലെങ്കിൽ അയാൾ തന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഇത് അൺഅക്കൗണ്ടില്ലെങ്കിൽ ശിക്ഷാ നടപടിയുണ്ട്. ശിക്ഷാ നടപടി വളരെ കർശനമാണ്. ഷെഡ്യൂൾ റേറ്റിൽ നികുതി, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇല്ല. ഷെഡ്യൂൾ റേറ്റ് 3 മടങ്ങ് പെനാൽറ്റി, ചോയ്സ് ഇല്ല. ഇത് വലിയ ഭാരമാണ്. സോ വി ആർ ഗിവിങ് എൻ ഓപ്പർച്യൂണിറ്റി. അത് വേണ്ട, കംപ്ലീൻ വരുമെന്ന് എൻ്റെ പ്രതീക്ഷ. See, look at the scale. എല്ലാ കാലത്തും നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വായ്പ എടുക്കാറുണ്ട്, ചിലവാക്കാറുണ്ട്. ഇതൊക്കെ ഉള്ള കാര്യങ്ങളല്ല, പണ്ടുള്ളതാണ്. ഇന്ന് എത്രയും നിങ്ങൾ നോക്കുന്നത് തിങ്കിങ് SPV വഴി 1 ലക്ഷം കോടി രൂപ നിക്ഷേപിക്കാനാണ്. അതിന് തുടക്കം ഇപ്പോൾ 20,000 കോടി വെച്ച് ഈ വർഷം ആരംഭിക്കുകയാണ്. ഈ പേസ് നിർത്തിയാൽ 1 ലക്ഷം കോടി രൂപ. സ്കെയിൽ എത്രയോ വ്യത്യസ്തം. സെക്കൻഡ്ലി, നിങ്ങൾ പണം മൊബിലൈസ് ചെയ്യുന്നതിന് ഇന്ന് സെബിയും മറ്റുള്ളവരും അംഗീകരിക്കുന്ന, റിസർവ് ബാങ്ക് അംഗീകരിക്കുന്ന വിവിധ തരത്തിലുള്ള സ്ട്രക്ചേർഡ് ബോണ്ട്സിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അത് മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ള ഒരു കാര്യമല്ല. ദരാബിനോവ് 99-ലാണ് ഈ ഫിനാൻഷ്യൽ സ്ഥാപനം ഉണ്ടായത് തന്നെ, കിഫ്ബി ഉണ്ടായത് തന്നെ. സോ ഇറ്റ് ഹാസ് ബീൻ ഓൾവേസ് ദർ ഇസ് നത്തിങ് ന്യൂ അബൌട്ട് ഇറ്റ്. ബട്ട് 2011 പറഞ്ഞതല്ലേ 40,000 കോടി വായ്പ എടുത്ത് റോഡ് മുഴുവൻ ചെയ്യാമെന്ന്. 3 വർഷം ഈ നിയമസഭയിൽ ഇത് ഹസിച്ച് കളിയാക്കി കളയല്ലേ ചെയ്തു. പിന്നെ അവസാനം എത്തിയപ്പോൾ, നോട്ട് ബിക്കോസ് പൊളിറ്റിക്കൽ ലീഡേഴ്സിന് വലിയ ബോധ്യം വന്നുകൊണ്ടല്ല, ഇവിടെ ഉണ്ടായിരുന്ന ചില ഓഫീസർമാർ അവരുടെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതി ബഡ്ജറ്റ് പ്രസംഗത്തിലും എല്ലാം വെച്ച് എന്നല്ലാതെ നൗ ഇറ്റ്സ് എ ചേഞ്ച് ഗെയിം. ഓൾറെഡി കിഫ്ബിക്ക് 800 കോടി ഉണ്ട്, മാറ്റിയിട്ടുണ്ട്. ഈ വർഷത്തെ ഇൻഫ്രാസ്ട്രക്ചർ 2,500 കോടി രൂപയിൽ 1,000 crores എങ്കിലും ഇങ്ങോട്ട് മാറും. പ്ലസ് 10 വർഷം, അടുത്ത വർഷം 20, 30, 40, 50. നിങ്ങൾ സെക്യൂരിറ്റൈസ് ചെയ്യുന്നത് ഇന്ന് കയ്യിലുള്ള പണമാണ്. എങ്ങനെ സെക്യൂരിറ്റൈസ് ചെയ്യുന്നത്? ഭാവി ഫ്യൂച്ചർ ഫ്ലോയിങ് ആണ്. ഭാവി പിന്നെ പെട്രോൾ സെസ്സും ദാറ്റ്സ് 400 crores. അപ്പോൾ ഭാവിയിൽ ഇങ്ങനെ വരുമാനം തുടർച്ചയായിട്ടുണ്ടാവും എന്നുള്ളത് വെച്ചിട്ടാണ് നിങ്ങളിന്ന് വായ്പ എടുക്കുന്നത്. നോ, മോട്ടോർ വെഹിക്കിൾസ് ടാക്സ് കുറയണമെന്നില്ല. മോട്ടോർ വെഹിക്കിൾസിൻ്റെ എണ്ണം കൂടത്തേ, റേറ്റ് ഓഫ് ഇൻക്രീസ് ഒക്കെ ഇപ്പോൾ കുറഞ്ഞേക്കാം.
ഏത് നികുതി? നികുതി വരുമാനം വർദ്ധിപ്പിച്ച് വലിയ മിച്ചം വെക്കാനൊന്നും കഴിയില്ല. എന്നുവെച്ചാൽ അത്രയേറെ ബാധ്യതകളാണ് കറണ്ട് വരുന്നത്. റവന്യൂ കമ്മി അടുത്ത വർഷം തമാശ പറയുന്നതല്ല. ശമ്പള പരിഷ്കരണം മുഴുവനും നിങ്ങൾ അക്കൗണ്ട് ചെയ്താൽ, നിങ്ങളിപ്പോൾ ചവിട്ടിപ്പിടിച്ചിരിക്കുന്ന ദൈനംദിന ചെലവുകളൊക്കെ ചിലവാക്കാൻ തീരുമാനിച്ചാൽ മുഴുവൻ വായ്പ എടുക്കുന്നത് നടപ്പാക്കിയാൽ പോലും ചിലവ് തീരത്തില്ല. നമ്മുടെ റവന്യൂ വരുമാന വർധനവ് വെച്ച് ഈ കമ്മി കുറച്ചു കൊണ്ടുവരുമ്പോൾ ബാക്കി വരുന്ന പണം അത് നിങ്ങൾ ലിവറേജ് ചെയ്യാൻ ഉപയോഗിക്കുക. പുറത്തുള്ള പണത്തിൽ സ്പെഷ്യൽ SPV വഴി തന്നെ നിക്ഷേപം നടത്തി പോകാം. ആദ്യമായിട്ടായിരിക്കും സംസ്ഥാനത്ത്, ഇന്ത്യയിൽ ഇങ്ങനൊരു സംസ്ഥാന സർക്കാർ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കും. തമിഴ്നാട് സർക്കാർ ഇങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും വലിയ തോതിലുള്ള നടപടിയിലേക്ക് അവർ പോയിട്ടില്ല. സുഹൃത്തിൻ്റെ ചോദ്യം ഇങ്ങനെ നികുതി വരുമാനം പിരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഒരു തിയറട്ടിക്കൽ ചർച്ചയുടെ പ്രശ്നമില്ല. ഈ മാസം 19% കൂടി, ജൂൺ മാസത്തിൽ. കൂടിയത് വേറൊന്നും കൊണ്ടല്ല, ഇത് ഗൗരവമായിട്ട് ഇത് കൈകാര്യം ചെയ്യാൻ പോകുന്നു എന്നുള്ള മെസ്സേജ് അവിടെ ചെന്നപ്പോൾ കംപ്ലൈൻറ്റ്സ് കൂടി. ദാറ്റ്സ് ഓൾ. അല്ലാതെ എന്ത് അടിസ്ഥാന വ്യത്യാസം ജൂൺ മാസത്തിൽ വന്നു? പ്ലാൻ വർദ്ധിപ്പിക്കുന്നില്ല, നിലവിലുള്ള ഔട്ട്ലേ അങ്ങനെ തന്നെ നിർത്തുന്നു. അതിന് പുറത്താണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റെല്ലാം വന്നിട്ടുള്ളത്. ആകെ പ്ലാനിൻ്റെ അകത്ത് വരുന്നത് 780 കോടി രൂപ അധിക ചെലവ് പ്രസംഗിച്ചതാണ്. അല്ലാതെ പ്ലാൻ ഔട്ട്ലേയിൽ മാറ്റം വരുന്നില്ല. കാരണം പ്ലാനിന് 24,000 കോടി രൂപയുടെ പ്ലാനാണെങ്കിലും 22,000 കോടിയുടെ പ്ലാനിനുള്ള പണമേ ഉള്ളൂ എന്നാണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞത്. ഞാൻ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ നിയമസഭയിൽ അന്നത്തെ ബഡ്ജറ്റിൻ്റെ വിമർശനമായിട്ട് വെച്ചത്. ഇല്ല, അത് വരട്ടെ സമയത്തേക്ക്. എന്ത് ചെലവും പണത്തിൻ്റെ ലഭ്യത അനുസരിച്ച് നടത്തുള്ളൂ. പണമില്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് മാറും. അതിനുള്ള വിദ്യയൊക്കെ UDF ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അന്ന് നിന്നുള്ള വ്യത്യാസം, നികുതി നല്ല രീതിയിൽ പിരിക്കാൻ ശ്രമിക്കുന്നു. ഒരു 25% വെച്ച് നികുതി വരുമാനം 3 വർഷം ഉയരുകയാണെങ്കിൽ 3-ാം വർഷം ആകുമ്പോഴേക്കും കാര്യങ്ങൾ നോർമൽ സ്ഥിതിയിലേക്ക് എത്തിച്ചേരും. ദാറ്റ്സ് ദി എക്സ്പെക്റ്റേഷൻ. 3 വർഷക്കാലം വളരെ ഫിസ്ക്കൽ സ്ട്രെയിൻ ട്രഷറിയിലുണ്ടാവും. ദൈനംദിന വരുമാനവും ചെലവും വരുമാനവും ഒത്തുപോകില്ല. ദാറ്റ്സ് എ റിയാലിറ്റി ഐ ആം ഇൻഹെറിറ്റിംഗ്. ഞാൻ ഉണ്ടാക്കുന്നതല്ല, എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ള റിയാലിറ്റി ഏതാ. ശരി, GST വന്നാൽ കാര്യങ്ങൾ മെച്ചപ്പെടും, അതാണ് പ്രതീക്ഷ. ഒരു കാലത്തും 25% വെച്ച് നികുതി വരുമാനം തുടർച്ചയായിട്ട് ഉയർത്താൻ പറ്റത്തില്ല. അറ്റ് ബെസ്റ്റ് 20 അറ്റ് ബെസ്റ്റ്. പക്ഷേ ഇപ്പം എന്താ 25 ആക്കാൻ പറ്റും തോന്നുന്നത്? കഴിഞ്ഞ 2-3 വർഷക്കാലം ഒരുപാട് ലാക്സിറ്റി നികുതി പിരിവ് വന്നു. ഒരുപാട് കേസുകൾ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. ഇപ്പം പ്രസംഗത്തിൽ പറഞ്ഞ പോലെ 4000-ത്തിലേറെ കേസുകളിൽ 1430 കോടി രൂപയുടെ കെട്ടിക്കിടക്കുന്നു. ഇതൊക്കെ ടാപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നികുതി പിരിക്കാതെ പോയത് ആരും ചോദിക്കില്ലെന്നുള്ളതുകൊണ്ട് റിട്ടേണിൽ കുറച്ച് കാണിച്ചത്, ഇതെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് പരിശോധിച്ച് റീഅസസ്മെൻറ്റിന് പോകും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വർഷം 25, അടുത്ത വർഷം 25, പിന്നെ അങ്ങനെ അങ്ങ് സ്ഥിരമായിട്ട് പോകാൻ പറ്റില്ല. അപ്പം ഞങ്ങളുടെ ഹോപ്പ് അപ്പോഴത്തേക്കും GST വരും. GST വരുമ്പോൾ ഒരു സ്പേർട്ട് കൂടി കിട്ടും. ആ സ്പേർട്ട് കൂടി കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഈ 5 വർഷം അവസാനിക്കുമ്പോഴേക്കും റവന്യൂ കമ്മി ഏതാണ്ട് ഇല്ലാതാക്കാൻ പറ്റും. എന്താണ് കിഫ്ബിയുടെ പുതിയ നിയമം 1 മാസത്തിനുള്ളിൽ പുറത്തു വരും. അടുത്ത നിയമസഭയിൽ ഇത് അവതരിപ്പിച്ച് പാസ്സാക്കുകയും ചെയ്യും.
പറഞ്ഞില്ലേ? ഓ 7 crores ബഡ്ജറ്റിലുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നോക്കിയിട്ട് അനൗൺസ് ചെയ്യും. യഥാർത്ഥത്തിൽ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യം, ബിനാലേക്ക് സ്ഥിരം വേദി വേണ്ടതുണ്ട്. അപ്പോൾ ആ സ്ഥിരം വേദി അടക്കം ഉണ്ടാവും. അപ്പോൾ ഇൻ കേസ് ഇറ്റ് ഈസ് നോട്ട് ദ ഇറ്റ് വിൽ ബി ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പുനഃപരിശോധിക്കും. മൈഗ്രം എഫിനെ കുറിച്ച് ഒന്നുണ്ട്, സമഗ്രമായിട്ടുള്ള നിയമനിർമ്മാണം നടത്തും എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെൽഫെയർ ഫണ്ട്, ആ വെൽഫെയർ ഫണ്ടിൽ ഇപ്പോൾ കൺസ്ട്രക്ഷൻ സെസ് മുഴുവനും കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ ഫണ്ടിലേക്ക് മാത്രമാണ്. ഒരു ചെറിയ ശതമാനം ഇപ്പുറത്തോട്ടും വെച്ച് കഴിഞ്ഞാൽ ബിക്കംസ് വളരെ അട്രാക്റ്റീവായിട്ട് മാറും. ആൻഡ് ആ നിയമത്തെക്കുറിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു വശം പറഞ്ഞിട്ടുണ്ട്. വെറും റെഗുലേറ്ററി അല്ല, വെൽഫെയറാണ്. അല്ല, അത് എക്സൈസ് പോളിസി ഞാനല്ലല്ലോ പറയണ്ടേ, ബഡ്ജറ്റിലല്ലല്ലോ. അത് എക്സൈസ് മന്ത്രി ഡിപ്പാർട്ട്മെൻറ്റ് നയം പ്രഖ്യാപിക്കും. അത് വിട്ടുപോയതല്ല. അപ്പം ഞാനത് ബിനാലെ നിശ്ചയമായിട്ടും മറുപടി പ്രസംഗത്തിൽ അത് പരിശോധിക്കും. വിട്ടുപോയി എന്തോ ഏതിൽ റവന്യൂ കമ്മി അടുത്ത വർഷവും കൂടി ഈ നിലയിൽ നിൽക്കും. പക്ഷെ പിന്നെ കുറയും. വെച്ചാൽ ശമ്പള പരിഷ്കരണത്തിന് കുടിശ്ശിക എല്ലാ വർഷവും വന്നുകൊണ്ടിരിക്കുകയില്ലല്ലോ. ഇതിന് ഡ്രാസ്റ്റിക്കലി കം ഡൗൺ. ഈ വർഷം തന്നെ റവന്യൂ വരുമാനം നമ്മളിപ്പോൾ അനുമാനം നടത്തിയിരിക്കുന്നത് 20% നിരക്കി വർദ്ധിക്കുന്നത്, 20% അല്ലേ പ്രൊജക്ഷൻ. സോ 22 ഉണ്ട്. ഓ 22%. അതെന്നെ മാക്സിമം സ്ട്രെച്ചിങ് ആണ്. എന്നിട്ട് അങ്ങനെ നിർത്തിയിരിക്കുന്നത്. 25 ആയാൽ അതിൻ്റെ കുറയാം. സെക്കൻഡ്ലി ലെറ്റ്സ് സി ചിലവുകൾ എങ്ങനെ പോകുമെന്നുള്ളത്. ചിലവുകൾക്കൊന്നും നിയന്ത്രണം ഏർപ്പെടുത്തുന്നില്ല, പക്ഷെ ചിലവാക്കണം. കേരള ബാങ്ക് എന്ന് പറയുന്നത് 3 തരത്തിലാകാം. ഒന്ന്, ഇവിടുത്തെ സഹകരണ ഘടനയിൽ മാറ്റം വരുത്തി 2 ടയർ സിസ്റ്റത്തിൽ പോയാൽ മുകളിലുള്ള ടയർ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ബാങ്കായിട്ട് അതിനെക്കുറിച്ചേ പരാമർശിച്ചിട്ടുള്ളൂ. അതിന് റിപ്പോർട്ട് തരാൻ വേണ്ടി ഒരു കമ്മിറ്റി വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഇസ് ആക്ഷൻ എടുക്കുക, ഈ പ്രസംഗത്തിൽ പറഞ്ഞു. രണ്ടാമത്തേത്, ഇപ്പോൾ 1 ലക്ഷം പേരിൽ നിന്ന് 1 ലക്ഷം രൂപ വെച്ച് പിരിച്ചൊരു പുതിയ ബാങ്ക് ആരംഭിക്കാം. പക്ഷെ അതൊക്കെ നയപരമായ തീരുമാനം എടുക്കേണ്ടതാണ്. അതല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ KFC പോലെ ധനകാര്യ സ്ഥാപനത്തെ അതിനൊരു ബാങ്കായി കൺവേർട്ട് ചെയ്യാം. ഇപ്പോൾ റിസർവ് ബാങ്ക് അതിനപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടില്ല നയപരമായിട്ട്. ഇക്കാര്യം തീരുമാനിച്ചിട്ടുണ്ട് നയപരമായിട്ട് 2 ടയർ സിസ്റ്റത്തിലേക്ക് പോകുന്നുള്ളത്. അതിൻ്റെ പ്രായോഗികമായ വശങ്ങൾ എങ്ങനെയാണ് NPA എല്ലാം എടുത്തു കാണും, എങ്ങനെ ഈ ബാങ്കിനെ റീക്യാപിറ്റലൈസ് ചെയ്യാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് തരുന്നതിന് വേണ്ടിയിട്ടാണ് കമ്മിറ്റി വെക്കുന്നത്. ട്രഷറി സ്ട്രെങ്തനിങ്, യെസ്, എൻജെ പലപ്പോഴും എഴുതിയിട്ടുള്ളതാണ്. ട്രഷറി സ്ട്രെങ്തനിങ് അധികം താമസിക്കാതെ നമുക്ക് കോർ ബാങ്കിങ്ങിലേക്ക് വരും. ഓക്കെ, അങ്ങനെ വന്നാൽ ട്രഷറിയുടെ ഏത് ബ്രാഞ്ച് വഴിയും നിങ്ങൾക്ക് പണം പിൻവലിക്കാം, ഒരു തടസ്സമില്ല. ഇങ്ങനെയുള്ള കണക്കുകളൊക്കെ നമുക്ക് കൃത്യം അപ്പം അറിയാൻ പറ്റും. കോർ ബാങ്കിങ് വരികയും ട്രഷറിയിലെ സൗകര്യങ്ങളൊന്ന് മെച്ചപ്പെടുകയും ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പെൻഷനേഴ്സിനും എല്ലാ ജീവനക്കാർക്കും ട്രഷറി സേവിങ്സ് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാവും. ആ അക്കൗണ്ടിലേക്കായിരിക്കും അവരുടെ ശമ്പളവും പെൻഷനും ഇടുക. അവർക്ക് വേണമെങ്കിൽ പെൻഷനും ശമ്പളവും വരുന്ന ദിവസം തന്നെ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാൻ തടസ്സമില്ല. ഇനി ഓരോ തവണയും ചെക്ക് എഴുതാൻ നിൽക്കേണ്ടതില്ല. ദേ ക്യാൻ ഗീവ് ആൻ സ്റ്റേറ്റ്മെൻറ്റ് ടു ദ ട്രഷറി. ഞങ്ങളുടെ പണം വന്നു കഴിഞ്ഞാൽ
ആദ്യ ദിവസം തന്നെ ഇന്ന ബാങ്കിലേക്ക് പോയിക്കോട്ടെ. ഓൺലൈൻ ഓപ്ഷൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യത്തെ ആഴ്ചൻ്റെ പാതി അയക്കണം, രണ്ടാം ആഴ്ച കാല്, അങ്ങനെ വേണമെങ്കിൽ ടൈം ചെയ്യാം. ഓട്ടോമാറ്റിക്കലായിട്ട് അവരുടെ ബാങ്കിലേക്ക് ഇവിടുന്ന് പണം പോയിക്കൊണ്ടിരിക്കും. കോർ ബാങ്കിങ് വന്നാലുള്ള ഗുണം അതാണ്. അതൊന്നും നമ്മൾ കള്ളാസ് കൊണ്ട് വർക്ക് ചെയ്യേണ്ടതില്ല. ഇങ്ങനെ വരുമ്പോൾ ദേ ഹാവ് ദ ചോയ്സ്. ട്രഷറിയിൽ പണം സൂക്ഷിക്കാം, അവിടെ സൂക്ഷിക്കാം. ട്രഷറി സൂക്ഷിക്കുകയാണെങ്കിൽ ബാങ്കിലെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിനേക്കാൾ കുറച്ച് ഉയർന്ന പലിശ കൊടുക്കും. സോ അതിൻ്റെ ആ എക്സ്പെക്റ്റേഷൻ, മനുഷ്യനെല്ലാം എക്കണോമിക്കലി റാഷണലായിട്ട് ബിഹേവ് ചെയ്യുന്നവരാണല്ലോ. പിന്നെ സാധാരണ ഇനേർഷ്യയുണ്ട്, ഇവിടെ കിടക്കണം ഇവിടെ കിടന്നോട്ടെ എന്നുള്ളൊരു തോന്നലും ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ട്രഷറിയുടെ ക്യാഷ് ബാലൻസ് ഇടുന്നതായിട്ട് ഓരോ വർഷവും 2000-3000 കോടി രൂപ വരും. അത് നമ്മുടെ വെയ്സ് ആൻഡ് മീൻസിന് വളരെ സഹായകരമായി തീരും. അത് 2-3 മാസത്തിനുള്ളിൽ നമ്മൾ ആ സ്ഥിതിയിൽ പോയില്ലേ, 2-3 മാസത്തിനുള്ളിൽ ആ സ്ഥിതിയിലേക്ക് പോകും. ഇതിലെ വ്യത്യാസം പണ്ട് പറഞ്ഞിരുന്നത് നമ്മൾ ATM നമ്മുടെ സർക്കാർ ആഫീസുകളിലൊക്കെ സ്ഥാപിച്ച് അതുവഴി എപ്പോൾ വേണമെങ്കിലും പണം പിൻവലിക്കുക എന്നുള്ളതാണ്. എന്നാൽ ദാറ്റ് ഈസ് എ കംപർസം അഫെയർ. നമ്മളിനി ATM നമ്മുടേതായിട്ട് നടത്താനൊക്കെ പോകും. അപ്പം അതിന് പകരം വൈഡർ ചോയ്സ്, ഏത് ATM ൽ അവർക്ക് പണം പിൻവലിക്കാം. ബട്ട് വി ആർ ലിങ്കിങ് ഇറ്റ് ഓൾസോ ഇൻ ടു ദ ബാങ്ക്. നമ്മുടെ സ്റ്റാൻഡ് ലോൺ ആയിട്ടുള്ള പരിപാടിയല്ല. പണ്ട് അങ്ങനെ വിഭാഗം ചെയ്യുന്നത് അല്ലേ, സ്റ്റാൻഡ് ലോൺ ആയിരുന്നു, ഇപ്പം അല്ല. സോ നോബഡി, ബാങ്കും ആരും ഇതിനെ പ്രതിഷേധിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് ആദ്യത്തെ ചോയ്സ് ഉണ്ട്, അത് കഴിഞ്ഞ് അവർക്ക് എങ്ങോട്ട് വേണമെങ്കിൽ മാറ്റാം. എന്താണ് KSRTC എങ്ങനെയാണ് ലാഭകരമാക്കാം? ടെൽമി. പെൻഷൻ എല്ലാ മാസവും സർക്കാർ കൊടുത്തുകൊണ്ടിരുന്നാൽ ലാഭകരമാവോ? KSRTC ലാഭകരമാണെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി വർദ്ധിക്കണം. ഈ എഫിഷ്യൻസി വർദ്ധിക്കുന്നതിനൊരു കാര്യം, നിങ്ങൾ CNGയിലേക്ക് മാറിയാൽ നിങ്ങളുടെ ഇന്ധന ചെലവിൽ ഗണ്യമായ ലാഭം ഉണ്ടാവും. പ്ലസ് പ്രൊഡക്ടിവിറ്റി വർദ്ധിച്ചാൽ ഇത് രണ്ടുമുണ്ടെങ്കിൽ ചിലവ് കുറയും, ബ്രേക്ക് ഈവനിലേക്ക് പോകാം. അപ്പോഴും ബ്രേക്ക് ഈവൻ ആവുന്നതിന് തടസ്സം നിൽക്കാൻ പോകുന്നത് വമ്പിച്ച പലിശ ബാധ്യതയാണ്. പലിശ ബാധ്യത മാറണം. പലിശ ബാധ്യത മാറണമെങ്കിൽ ഒരു ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിങ് വരേണ്ടി വരും. ആ ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിങ് നടത്തും എന്നാണ് പറയുന്നത്. വെച്ചാൽ CNGയിലേക്ക് മാറിക്കഴിഞ്ഞാൽ എത്ര പലിശ ബാധ്യത താങ്ങാനുള്ള ശേഷിയുണ്ടാവും. ആ നിലയിലേക്ക് അവരുടെ വായ്പ കുറച്ചു കൊണ്ടുവരാൻ നടപടിയെടുക്കേണ്ടി വരും. ഇപ്പോൾ ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ കാര്യത്തിൽ ചെയ്ത പോലെ. സോ ഇറ്റ്സ് എ പാക്കേജ്. അപ്പോൾ പാക്കേജ് ഇങ്ങനെ ആയിട്ട് ധാരണ എത്തിയിട്ട് നിൽക്കുന്നില്ല. വി ആർ ഗോയിങ് ഹെഡ്, CNGയിലേക്ക് നീങ്ങാം. പക്ഷേ ഈ ഒരു വർഷത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള പാക്കേജ് ഉണ്ടാക്കി KSRTC ലാഭകരമാക്കാൻ, ഒറ്റയടിക്കല്ല, ഒരു 3-4 വർഷത്തിനുള്ളിൽ ലാഭകരമാക്കാനുള്ള പരിപാടിയുണ്ട്. അപ്പോൾ സർക്കാരിന് നല്ല ബോധ്യമുണ്ട് ഈ വായ്പയുടെ ഒരു ഭാഗം സർക്കാർ എടുക്കേണ്ടി വരും. സംഭവം ഐ ഡോണ്ട് നോ ഇതൊരു ഭീമമായ തുക എങ്ങനെയാണെന്നുള്ളത്, പക്ഷെ ചെയ്യാതെ ലാഭകരമാക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ വീണ്ടും ഇതിലേക്ക് പോകാൻ പാടില്ല. ദർ മസ്റ്റ് ബി ഗ്യാരണ്ടി. അതുകൊണ്ടൊരു പാക്കേജ് ആവുന്നത്. ഇതാണ് ക്യാപിറ്റൽ മൊബിലൈസേഷൻ ഇന്നത് പറയുകയുണ്ടായി സർ. അയ്യോ, 4 പാരഗ്രാഫ് ഉണ്ട്. അതിൽ ഏതൊക്കെ തരത്തിലുള്ള ബോണ്ടുകളാണ് നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുക, അതെങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്യുക, ഇതെല്ലാം പറഞ്ഞു. ഇത് തന്നെയാണ് ഗവൺമെൻറ് പ്രസംഗത്തിൽ പറഞ്ഞത്. Oh, there is a long 2 pages written on this. 54 മുതലുള്ള 5 പാരഗ്രാഫ് ആദ്യം വിശദീകരിക്കുന്നത്. ഇങ്ങനെ ഫണ്ട് ബോർഡ് ഉണ്ടാക്കിയാൽ ഇതിന് വായ്പ തരാനുള്ള വിശ്വാസം ഇങ്ങനെ മാർക്കറ്റിന് സൃഷ്ടിക്കാൻ പറ്റും. 5 കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. രണ്ടാമത് വിശദീകരിക്കുന്നത്
ഏതൊക്കെ തരത്തിലുള്ള സ്ട്രക്ചേർഡ് ബോണ്ടുകളാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുക അത് പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് ഇസ് ഇറ്റ്. അപ്പോൾ ഇത് പണം എടുത്തിട്ട് ദൈനംദിന ചെലവിന് ട്രഷറിയിലിട്ട് ചെലവഴിക്കും എന്നുള്ള പേടി വേണ്ട. നിയമം മൂലം അത് ബാൻ ചെയ്യും. ദിസ് മണി കനോട്ട് ബി പുട്ട് ഇൻ ദ ട്രഷറി. ഈ മണി ബാലൻസ് വരുന്നത് ട്രിപ്പിൾ റേറ്റഡ് അസറ്റിലേ എടുത്തുള്ളൂ. സോ ദർ ആർ ഹോൾ കണ്ടീഷൻസ്. ഗവൺമെൻറ് ഇതിന് പുറമെ ഗ്യാരണ്ടി നൽകും എന്ന് മാത്രമല്ല, നിയമമൂല വ്യവസ്ഥയും ട്രഷറിക്ക് ഇന്ന് പണമില്ല അതുകൊണ്ട് ഈ മാസം അവർക്ക് കൊടുക്കണ്ട. നോ, ഓഗസ്റ്റ് 31 മോട്ടോർ വെഹിക്കിൾസ് ടാക്സിൻ്റെ വിഹിതം, അവരുടെ നമ്മുടെ പെട്രോളിൻ്റെ സെസ്, ഇനി ഏതെങ്കിലും പ്രൊജക്റ്റിന് ആനുവിറ്റി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനുവിറ്റി 31 കൊടുത്തിരിക്കണം. ദർ ഇസ് നോ ഓപ്ഷൻ. ഇതെല്ലാം അങ്ങനെയാണ് നടക്കുന്നതെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഇൻഡിപെൻഡൻറ്റ് ഒരു ഇഫ്റ്റ, ഒരു ഫിഡലിറ്റി നോക്കാൻ വേണ്ടി പാലിക്കുന്നുണ്ടോ, ദേ ബി സർട്ടിഫൈ. അവരാണ് സർട്ടിഫൈ ചെയ്യണം, നമ്മളല്ല. അതിൽ റിസർവ് ബാങ്കിൻ്റെ മുൻ ഗവർണർമാർ, സെബിയുടെ മുൻ ഒഫീഷ്യൽസ്, സർക്കാർ ഉദ്യോഗസ്ഥന്മാരല്ല. ദാറ്റ്സ് വെരി ക്ലിയർലി സ്റ്റേറ്റഡ്. മാർക്കറ്റിൽ ഇവരുടെ വാക്കിന് വിലയുള്ള പ്രഗത്ഭരായിട്ടുള്ള ആൾ ദേ വിൽ ചെക്ക് ഈ പറഞ്ഞതുപോലെയാണോ നടക്കുന്നത്. വി ആർ വെരി കോൺഫിഡൻറ്റ് അതിൻ്റെ അടിസ്ഥാനത്തിൽ വായ്പ റേസ് ചെയ്യാൻ പറ്റും. See, let me put it this way. Land, yes, let me put it. ഈക്വിറ്റി എന്ന് പറയുന്നൊരു കാര്യം നികുതിയിൽ, ദാറ്റ് ഇസ് എ ബേസിക് പ്രിൻസിപ്പിൾ. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ടാവുന്നത് എവിടെയാണ്? ഭൂമിയിലാണ്. അത് നിങ്ങളോട് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇറ്റ്സ് എ വിൻഫോൾ ഗെയിൻ. അതുകൊണ്ട് സാധാരണക്കാരൻ്റെ മേൽ അവനുപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളിലെ വാറ്റൊക്കെ ചുമത്തുന്നതിനേക്കാൾ ഈക്വിറ്റബിളായിട്ടുള്ളത് ഈ ഒരു പോയിന്റിൽ നികുതി പിരിക്കലാണ്. അത് 14.5% ഉണ്ടായിരുന്നു. അതാണ് 6 ചുരുക്കിയത്. 6 ചുരുക്കിയപ്പോൾ നമ്മൾ ഫെയർ വാല്യൂ ഫിക്സ് ചെയ്തു. ബട്ട് അന്നത്തെ എൻ്റെ പ്രസംഗം നോക്കിയാൽ അറിയാം, കാലാനുസൃതമായിട്ട് ഫെയർ വാല്യൂ ഉയർത്തും. ഫെയർ വാല്യൂ ഉയർന്നിട്ടില്ല. സോ ഫ്രം ഇക്വിറ്റി പോയിന്റ് ഓഫ് വ്യൂ ഇറ്റ് ഇസ് ജസ്റ്റിഫൈഡ് 2% ഉയർത്താമെന്ന് പറയും. ഇതിൽ ഭാഗാധാരത്തിൻ്റെ പ്രശ്നം എന്താണ്? ഭാഗാധാരത്തിൻ്റെ കാര്യത്തിൽ ഇൻഹെറിറ്റഡ്, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സാധനത്തിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ അതിന് വേണമെങ്കിൽ തർക്കിക്കാം. നിങ്ങൾ ഇൻഹെറിറ്റ് ചെയ്യുന്നതാണ്. ആ ഇൻഹെറിറ്റൻസ് ടാക്സ് എന്ന് പറയുന്നത് ഏറ്റവും ഇറ്റുക്കിറ്റമായിട്ടുള്ള ടാക്സാണ്. ഇൻഫാക്ട് നിങ്ങൾ വില്യം പിക്കറ്റിയുടെ ക്യാപിറ്റൽ ഇൻ ദ 21st century വായിക്കുകയാണെങ്കിൽ ഒരു ചാപ്റ്റർ ഉണ്ട്, ഇൻഹെറിറ്റൻസ് എങ്ങനെ ഇനീക്വിറ്റി വർദ്ധിപ്പിക്കുന്നതിന് ഉപകരണമായി മാറുന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തെ സമ്പത്തിൻ്റെ 60% വെറും ഇൻഹെറിറ്റൻസ് ആയിട്ട് മാറും. സോ ഇൻഫാക്ട് അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നത് ഇവിടെ ഇൻ്റർവ്യൂൻ ചെയ്യണം, നികുതി വേണമെന്നുള്ളതാണ്. സോ ഐ എം ടേക്കിംഗ് ദാറ്റ്. ഇത് പിക്കറ്റിയുടെ പുസ്തകത്തിൻ്റെ വലിയൊരു ആരാധകനാണ്. ഇതിങ്ങനെ എല്ലാ കാലത്തേക്കും നിർത്തണമെന്നില്ല, നമുക്ക് കുറക്കാം. ബട്ട് ഇന്നത്തെ വലിയ ധനകാര്യ പ്രതിസന്ധിയിൽ നമുക്ക് ചില നടപടികൾ ഒഴിച്ചുകൂടാൻ പറ്റത്തില്ല. ആൻഡ് വാട്ട് ഈസ് ദ ജസ്റ്റിഫിക്കേഷൻ? ഭാഗാധാരത്തിൻ്റെ കാര്യം 1000 രൂപ വെക്കുന്നതിൽ ഞാൻ കണ്ട കണക്ക് എന്നെ ഞെട്ടിപ്പിക്കുന്നതാണ്. ആ കണക്കിങ്ങനെ നിജസ്ഥിതി ഞാൻ വിശ്വസിക്കുന്നില്ല. രണ്ടാം ചെക്ക് ചെയ്യാൻ സെക്രട്ടറിയോട് പറഞ്ഞിരിക്കുകയാണ്. 1200 കോടി രൂപയുടെ എങ്ങനെയാണോ വരുമാനം ഭാഗാധാരം ഇതിലുള്ളത്. ഫോർ ദിസ് 280 കോടി രൂപയെന്ന് 100 ഏക്കർ 1000 ഏക്കറുള്ള ഒരാൾ ഭാഗാധാരം നടത്തിയ 1000 രൂപ എന്ത് ന്യായം വെച്ച സീലിംഗ് വെക്കുന്നു? ടെൽ മീ, എന്ത് ന്യായം വെച്ച സീലിംഗ് വെക്കുന്നു? യെസ്, നികുതി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നിങ്ങൾ സാധനം മേടിക്കണു നിങ്ങൾക്ക് തിന്നാൻ വേണ്ടിയിട്ട്, അപ്പോൾ നികുതി കൊടുക്കുന്നു. ഈ പറഞ്ഞത് മോർ ഈക്വിറ്റബിളാണ്. നിങ്ങൾ
ഇൻഹെറിറ്റ് ചെയ്യുക ഒരു സ്വത്ത്. ആ പോയിന്റ് ഓഫ് ടാക്സസ് കൂടുതൽ നീതീകരിക്കപ്പെടാവുന്നതല്ല. ഇതിൻ്റെ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ കാരണം ആ. ഗുഡ്സ് വെഹിക്കിൾ കഴിഞ്ഞ 50 വർഷം കൂട്ടിയിട്ടല്ല ഇപ്പോൾ ജസ്റ്റ് 10%. യെസ്, അവിടെ ചുരുങ്ങിയ ചിലതൊക്കെ ട്രേഡ് തന്നെ അബ്സോർബ് ചെയ്യും. ഇതൊരു മാർജിനൽ ഇൻക്രീസാണ്, ജസ്റ്റ് 10% അബ്സോർബ്. പിന്നെ എല്ലാം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ, പിന്നെ സർക്കാരിന് കിട്ടുന്ന മാത്രം കൂടാൻ പാടില്ലെന്ന് നമുക്കിന്ന് എങ്ങനെ 20% വർദ്ധിക്കുന്നില്ല? ഇല്ല, ഇത് ജസ്റ്റ് വെരി മാർജിനൽ. എത്ര രൂപയാണ് നിങ്ങൾ ആകെ എടുക്കുന്നത്? എത്രയാണത്? 20 crores. ആ, ആകെ എത്ര രൂപ? വെൽ, ഗ്രീൻ ടാക്സ് നമ്മൾ ഫുള്ളായിട്ട് പോയിട്ടില്ല. ഏതായാലും ചില സ്ക്രാപ്പുകളിലെ കല്ലറ മാറ്റങ്ങൾ, ദെൻ വളരെ പഴക്കമുള്ള വണ്ടി. വളരെ വണ്ടി പഴക്കമായിട്ടുണ്ടെങ്കിൽ വെറുതെ ഇടും, അത്യാവശ്യം ഓടിച്ചുകൊണ്ട് നടക്കും. ബട്ട് ചിലരാണെങ്കിലോ പിന്നെ പിടിച്ചെടുത്താലും പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ഓടിക്കുന്നുമുണ്ടാവും. അപ്പോൾ വി ആർ ആസ്കിങ്, നിങ്ങൾ വന്ന് രജിസ്റ്റർ ചെയ്തു, കഴിഞ്ഞ 5 വർഷത്തെ കുടിശ്ശികയുടെ 20% മതി. ഇനി വന്നില്ലെങ്കിലോ ഒരു പീനൽ പ്രൊവിഷനുണ്ട്, വണ്ടി അവൻ രജിസ്ട്രേഷൻ പോകും. യു കനോട്ട് ഫ്ലൈ ഇറ്റ് എനിവേ. സോ ഇറ്റ്സ് നോട്ട് എ ബിഗ് റവന്യൂ ഇമ്പാക്റ്റ് അല്ല, ബട്ട് ഏതാ? വെൽ, ടൂറിസം വകുപ്പ് അതിന് നിലപാട് സ്വീകരിക്കട്ടെ. പക്ഷേ എന്ത് കാര്യമാണെങ്കിൽ ജനങ്ങളെ കൂടി കൊണ്ടിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ വെമ്പനാട് കായലിലേക്ക് മത്സ്യത്തൊഴിലാളി ഒന്ന് തന്നെ മത്സ്യമില്ല, കുറഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ ദേഷ്യത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ. ആ മലിനീകരണം മൂലം അവിടെ മത്സ്യം വളരണില്ല. സോ അങ്ങനെ സിറ്റുവേഷനിൽ നിങ്ങളിപ്പോൾ സീപ്ലെയിൻ ലാൻഡ് ചെയ്യാൻ കുറച്ച് സ്ഥലം വേണമല്ലോ. അവിടെ കൂടി വണ്ടി ഫ്ലൈ ചെയ്യാൻ പാടില്ലല്ലോ, അവിടെ മീൻ പിടിക്കാൻ പാടില്ലെന്നും പറഞ്ഞ് വന്നു കഴിഞ്ഞാലോ. ഇപ്പം തന്നെ പല റിസോർട്ടുകാരും പായൽ മാറ്റിക്കെട്ടാണെന്ന് പറഞ്ഞിട്ട് ചരട് വലിച്ചു കെട്ടിയിട്ട് അവിടെ ഫിഷിങ് അനുവദിക്കുന്നില്ല. സോ അവർ ഭയങ്കര ദേഷ്യത്തിലാണ്. അപ്പോൾ അവർക്ക് ഇത് പ്രതികരിച്ച് കഴിഞ്ഞാൽ അവരെയൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടല്ലാതെ കേരളത്തിൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ പരിഗണനയിൽ അങ്ങനെ വെച്ചിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ അവർ ഡിസ്കസ് ചെയ്യും. ഇല്ല, ബഡ്ജറ്റ് ഹെഡ് ഉണ്ട്. എപ്പോൾ തീരുമാനം വരുന്നോ അതിന് നമ്മുടെ ഈ പുതിയ സ്പെൻഡിങ് രീതി പ്രകാരം പണം ലഭ്യമാക്കാൻ ഒരു തടസ്സവും ഉണ്ടാവില്ല. ഞാൻ റെയിൽവേയുടെ കാര്യം പറഞ്ഞല്ലോ. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നറിയാം? റെയിൽവേ ഇനി സ്പെഷ്യൽ SP ഉണ്ടാക്കി ജപ്പാൻകാരുടെ അവിടെ നിന്നും പണം മേടിക്കാൻ പോകണ്ട. ഐ ആം കോൺഫിഡൻറ്റ് ഇതുവഴി അതിനുള്ള പണം കണ്ടെത്തി അങ്ങോട്ട് കൊടുക്കാം. വെച്ചാൽ അതിനുവേണ്ടി സമയം കളയേണ്ട, ഇന്ന് തുടങ്ങുക ശബരിമലപ്പാണ്. എത്ര കോടി വേണം തരും. വെൽ, അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു റവന്യൂ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ കമ്മിറ്റി ഉണ്ട്. പക്ഷെ അത് എളുപ്പമുള്ള കാര്യമല്ല. കാരണം നിലവിലുള്ള ഫെയർ വാല്യൂ തന്നെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലുള്ളതിന് വാട്ട് ഈസ് എ ഫെയർ വാല്യൂ? 10 ലക്ഷം അല്ല, 10 ലക്ഷമല്ലേ ഇപ്പോൾ ഫെയർ വാല്യൂ? 10 ലക്ഷം രൂപയാണ്. അവിടെ 1 കോടി കുറഞ്ഞ് ഭൂമി കിട്ടും. സോ അന്ന് ഫെയർ വാല്യൂ ഈ കുറവ് വരുത്താൻ വേണ്ടി ഞാൻ തന്നെ അന്ന് മന്ത്രി നമ്മൾ വളരെ ഒരിക്കലും നിശ്ചയിക്കാത്ത കാര്യം ശക്തി ഇടപെട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ വാലിഡേഷൻ പ്രോസസ്സ് ശരിയായ രീതിയിൽ നടന്നിട്ടില്ല. അപ്പോൾ അവിടെ നിൽക്കുന്നത് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇനി അത് നമുക്ക് ടാമ്പർ ചെയ്യാൻ പോയിട്ടില്ല. സോ അത്ര എളുപ്പമുള്ള കാര്യമല്ല വർദ്ധിപ്പിക്കാന്നൊക്കെ പറയുന്നു.
തമിഴ്നാട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. ഇവരുടെ ഗൈഡൻസ് വാല്യൂ ഇതിനേക്കാൾ ഓൾമോസ്റ്റ് 5 times കൂടുതലാണ്. തമിഴ്നാട്ടിൽ അവർ ഗൈഡൻസ് വാല്യൂ നമ്മളതിൻ്റെ 3-4 മടങ്ങാണ്. റേറ്റ് കുറച്ചിട്ടുണ്ട്. പക്ഷേ അതെന്നെ മുറക്ക് വരട്ടെ. ഇല്ല, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ ഇൻഹെറിറ്റ് ചെയ്ത റവന്യൂ ഡെഫിസിറ്റ് ഉണ്ട്. ആൻഡ് ഇറ്റ് കനോട്ട്, ഒരു സർക്കാരിന് അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റില്ല. സോ എർജൻ്റ്ലി മണി ഈസ് റിക്വയർഡ്, സം മെഷേഴ്സ് ആർ മെയ്ഡ്. ടോട്ടൽ എമൗണ്ട് റേസ്ഡ് ഈസ് ഓൺലി 800 crores. അതിനപ്പുറത്തേക്ക് എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ, പക്ഷേ അൺഅവോയ്ഡബിളാണ്. ഇതിൻ്റെ ചർച്ച ചെയ്ത് ഇതൊക്കെ വെക്കാൻ വേണ്ടി കാത്തിരിക്കാൻ പറ്റത്തില്ല. റവന്യൂ ഡെഫിസിറ്റ് ഇന്നുള്ളതിനേക്കാൾ 13,000 ആയി. ഇനി അങ്ങനെ ഉയർത്തണത് കൂടുതൽ. സോ ഇമ്മീഡിയറ്റ് ചില മെഷേഴ്സ് വേണം. വെൻ ബെറ്റർ ടൈംസ് കം ഇൻ, യു വിൽ റീവിസിറ്റ് ഓൾ ദിസ്. ഇതിന് പാക്കറ്റോ വലിയ പ്ലാന്റോ ഒന്നും അല്ലെന്ന്. ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് എൻ്റെ സമയത്തിൻ്റെ 4-1 ചവറ് പറക്കാനാണ് കൊണ്ടുപോകുന്നത്. നോ ഉണ്ട്, അതിൻ്റെ ബോധ്യത്തിലാണ് നിൽക്കുന്നത്. അവിടെ ആവിഷ്കരിച്ച പദ്ധതിയെ ആലപ്പുഴ നടപ്പാക്കാൻ തീരുമാനിച്ചു. ഇന്ന് കേരള സർക്കാർ ഇത് കേരളം മുഴുവൻ വ്യാപിപ്പിക്കാൻ തീരുമാനിക്കുന്ന കാര്യം ഇന്ത്യയിലെ ഡീസെൻട്രലൈസ് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ബെസ്റ്റ് പ്രാക്ടീസായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഞങ്ങൾ തിരഞ്ഞെടുത്തതല്ല, ഡൽഹിയിൽ അതിൻ്റെ അവാർഡ് ആലപ്പുഴയിൽ മുനിസിപ്പൽ ചാമ്പവൻ പോയി കഴിഞ്ഞ 11-ാം തീയതി വാങ്ങുകയാണ്. സോ ദേശീയ തലത്തിൽ ഇതിന് ഇന്ന് വലിയൊരു അംഗീകാരം വന്നിട്ട് പ്രശ്നം എന്താ? നിങ്ങളുടെ കക്കൂസ് മാലിന്യം നിങ്ങളുടെ വീട്ടിലല്ലേ സംസ്കരിക്കുന്നുള്ളൂ. പഴയ പോലെ വേറെ ആരെങ്കിലും ചുമപ്പിക്കുന്നില്ലല്ലോ. പണ്ടത്തെ മനോഭാവം മാറിയില്ലേ? നിങ്ങളുടെ കക്കൂസ് മാലിന്യം വീട്ടിൽ സംസ്കരിച്ചാൽ ഇത്തിരി വരുന്ന അടുക്കള മാലിന്യം എന്തുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിൽ സംസ്കരിക്കാൻ പറ്റാത്തത്? സിമ്പിൾ ഡിവൈസസ്, കിച്ചൺ ബിൻ, അതിൽ കമ്പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിച്ച് നിങ്ങൾ ടെറസ് കൃഷി നടത്തിക്കോ. ഇനി ഏതെങ്കിലും പ്രകാരത്തിൽ നിങ്ങൾ അശുദ്ധമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് എങ്കിൽ നിങ്ങളുടെ സിറ്റിസൻ്റെ ചുമതലയാണ് അടുത്തുള്ള കമ്മ്യൂണിറ്റി കമ്പോസ്റ്റിംഗ് സെൻറ്ററിൽ കൊണ്ടുപോയി കൊടുക്കുക. സോ ഇത് മനുഷ്യൻ്റെ മനസ്സിൽ വരേണ്ട ഒരു മാറ്റമാണ്. കേരളത്തിൽ തോട്ടിപ്പണി അവസാനിപ്പിക്കാനായിട്ട് തകഴിയുടെ തോട്ടിയുടെ മകൻ വേണ്ടി വന്നു. യു ഷുഡ് റീഡ് ദാറ്റ്. എങ്ങനെയാണ് അവരെ കണ്ടിരുന്നത്? ഇന്നിപ്പോൾ പലരുടെയും ചിന്ത ആ പണി ഇപ്പം നമ്മൾ ഏറ്റെടുത്തു, പക്ഷേ ചവറും ഇതെല്ലാം വേറെ ശുചീകരണ തൊഴിലാളി വന്ന് എടുത്തുകൊണ്ട് പോകും. സോ ഇറ്റ്സ് എ മൈൻഡ് സെറ്റിൽ മാറ്റം വരുന്നത്. അതുകൊണ്ടാണ് ജനകീയ പ്രസ്ഥാനമായിട്ട് സംഘടിപ്പിക്കുന്നത്. ഇതല്ലാതെ വേറെ ഏത് മാർഗവും? നിങ്ങൾ ഡൽഹിയാണല്ലോ ഏറ്റവും വലുത്. പോയിട്ടുണ്ടോ കേരളത്തിലെ അവിടുത്തെ വേസ്റ്റ് ഡംപിങ് യാർഡിൽ? അവിടെയൊക്കെ ഒരുപാട് സ്ഥലമുള്ളത് കൊണ്ട് ബോംബെ ആയാലും ഇവിടെ ആയാലും എല്ലായിടത്തും കൊണ്ട് കുന്നി ഡംപ് ചെയ്യണം ഏറ്റവും എൻവയറമെൻ്റൽ വിരുദ്ധമായിട്ടുള്ള രീതിയിൽ. സോ ദിസ് ഈസ് ഇറ്റ് ക്യാൻ ബി ഡൺ. നിങ്ങൾ പോയിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, പക്ഷെ ഞാൻ ഒരു ആഴ്ച മുഴുവൻ തിരുവനന്തപുരത്ത്, ഇവിടുത്തെ MLA ഒന്നും അല്ലെങ്കിൽ എവിടെ അവിടെ എന്താ അവിടെ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്ത് സ്റ്റേഷൻ? എന്ത് സ്റ്റേഷൻ? ഡംപിങ് സ്റ്റേഷൻ. അതിനാ ഈ പറഞ്ഞത്. നമ്മുടെ കേരളം പോലുള്ള സ്ഥലത്ത് ജനവാസ കേന്ദ്രത്തിൽ എവിടെയെങ്കിലും ഡംപിങ് സ്റ്റേഷൻ ഉണ്ടാക്കാൻ പറ്റുമോ? Now if you dump, do you know what happens? ഒന്ന്, അത് സൃഷ്ടിക്കുന്ന പരിസര ദൂഷണം എത്രയോ വലുത്. 2, ഇവിടെ ഉണ്ടാകുന്ന മിഥേൻ ഗ്യാസും ബാക്കിയുള്ളതെല്ലാം ഈ കാലാവസ്ഥ വ്യതിയാനത്തിന് നൽകുന്ന സംഭാവന എത്ര വലുതെന്നറിയോ? ഐ ഡോണ്ട് മൈൻഡ് ഇവർ ലാൻഡ് ഫില്ലുണ്ടാക്കി ശാസ്ത്രീയമായിട്ട് മറവ് ചെയ്താൽ അതൊന്നും പോലും അല്ല കൊണ്ട് ഡംപ് ചെയ്യണം. ആ മോഡലൊന്നും കേരളത്തിന് സ്വീകാര്യമല്ല. നെവർ.
സോ ഐ എം നോട്ട് അഗെയിൻസ്റ്റ് ആരെങ്കിലും സെൻട്രലൈസ് പ്ലാന്റ് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ. പക്ഷേ തിരുവനന്തപുരം നഗരത്തിൽ എവിടെയെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാക്കാൻ പോയാൽ ഇവിടുത്തെ ജനങ്ങൾ സമ്മതിക്കും? പറ, നിങ്ങളുടെ വീടിനടുത്തൊരു പ്ലാന്റ് നിങ്ങൾ സമ്മതിക്കും? സോ പിന്നെന്താ പറയുന്നത്? നമ്മുടെ കാര്യം നമ്മൾ നോക്കണം. അതിനുള്ളൊരു മുൻകൈ പൗരബോധം സൃഷ്ടിക്കണം. See, that is not something directly connected with budget pronouncement. Definitely ആ വകുപ്പ് അക്കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എത്ര ലഘൂകരിച്ചിട്ടുള്ളതാണ്. 1000 പേർക്ക് 2 ലക്ഷം രൂപ പഠിക്കുന്ന പിള്ളേർ, നോ ക്വസ്റ്റ്യൻസ് ആസ്ഡ്. ആ ഒരു ലാപ്ടോപ്പും കാര്യങ്ങളും ഒരു പാക്കറ്റായി കൊടുക്കുന്നു, അവർക്ക് ട്രൈ ചെയ്യും. അതിൽ നല്ല ഇന്നോവേഷൻസ് മുന്നോട്ട് വെക്കുന്നവർക്ക് പണം ജാമ്യമില്ല, സെക്യൂരിറ്റി ഇല്ലാതെ നമ്മൾ 2 കോടി രൂപ നൽകുന്നു. അത് ഇതിനേക്കാൾ നമുക്ക് ലഘൂകരിക്കാൻ പറ്റും. ദർ ഇസ് എ റിസ്ക് ഇൻവോൾവ്. ചില ഒരു പണം വെറുതെ ആയിപ്പോകും. പക്ഷേ ഈ 150 ഒരു 25 നന്നായച്ചാൽ മതി നാടിൽ വലിയ സഹായം കിട്ടുക. സോ ഗവൺമെൻറ് വളരെയധികം ലഘൂകരിക്കുകയാണ്. $2,563 കോടി രൂപ ഇപ്പോൾ ബഡ്ജറ്റിൽ പകയിരുത്തിയിട്ടുള്ള ഫണ്ട് ഇസ് ദർ. ഇനി ഏതെങ്കിലും സബർബൻ റെയിലിനായാലും മോണോ റെയിലിനായാലും ഈ അലോക്കേഷൻ പോരാ. വെരി വെൽ, അവർക്ക് SPVകളാണ്, കിഫ്ബിന്ന് വായ്പ കൊടുക്കാൻ തടസ്സമില്ല. സോ വളരെ എഫിഷ്യൻ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനമായിട്ട് കിഫ്ബിയെ മാറ്റും. കിഫ്ബിക്ക് ദർ വിൽ ബി ഒരു ഡയറക്ടർ ബോർഡ് ഉണ്ടാവും, അതിൽ മന്ത്രിമാരും ഒക്കെ ഉണ്ടാവും. ബട്ട് ഇറ്റ് വിൽ ഹാവ് ഓൾസോ, ഞാൻ നേരത്തെ പറഞ്ഞ വിദഗ്ധരുടെ ഫിഡലിറ്റി സർട്ടിഫിക്കറ്റ് നൽകാനുള്ള സംഘം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അതുണ്ടാകും. പിന്നെ വലിയ സന്നാഹങ്ങളും വലിയ കെട്ടിടങ്ങളൊന്നും ആവശ്യമില്ല. ഇന്നത്തെ കാലത്ത് വളരെ എഫിഷ്യൻ്റായിട്ട് തിന്നും ലീനുമായിട്ട് പ്രവർത്തിക്കുന്ന ചെറിയൊരു സെക്രട്ടേറിയറ്റ് വിൽ ബി എക്സ്റ്റെൻസീവ്ലി യൂസിങ് IT മോണിറ്റർ ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാനും. ആകെയുള്ളത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവർക്കിപ്പോൾ പ്രൊജക്റ്റുകൾ അനുവദിച്ചിട്ടുണ്ട്. അവർ DPR തയ്യാറാക്കി ഒറ്റ ട്രാൻഷയായിട്ട് അല്ലെങ്കിൽ 200, 300, 200 കോടി രൂപയുടെ ട്രാൻഷയായിട്ട് കൊണ്ടുവരിക. സൈൻ an MOU, ടേക്ക് യുവർ മണി. അടുത്ത 3 മാസം എത്ര കൊടുക്കേണ്ടി വരും തന്നു കഴിഞ്ഞാൽ ആ പണം മുൻകൂർ കൊടുക്കും. കരാറുകാരന് അപ്പോൾ പൈസ കിട്ടും. എന്തോ തുടങ്ങിയ ഇറ്റ് ഇസ് ഓൺ. നമ്മൾ 2 3 1 മാസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച ഓർഡിനൻസ് കൊണ്ടുവരും. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റാർട്ട്സ്. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഓൾറെഡി ദേ ഹാവ് ഗോട്ട് 800 crores. ഈ 2500 crores ഒരു ഭാഗം അങ്ങോട്ട് പോകും. ഈ വർഷത്തെ പെട്രോൾ സെസ്സും ഇതും വേറൊരു 600 കോടി രൂപ വരും, അതങ്ങ് ചെല്ലും. There is no dearth of money. Let me put it this way. Land acquisition, land bond ഇറക്കുന്നു. 40,000 crores ആണ് നമ്മുടെ സഹകരണ ടാക്സിലും മറ്റും കിട്ടും. 40,000 crores. അവർക്ക് എവിടെ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടുന്നത്? പണം അങ്ങനെ കിടന്ന വല്ലതും പറ്റും. ഇത് ഗവൺമെൻറ് സെബിയുടെ ഒക്കെ സ്ട്രക്ചറിലുള്ള ബോണ്ടാണ്. ദേ ക്യാൻ ബൈ ദിസ് ബോണ്ട്. എവരിബഡി ക്യാൻ. ഇറ്റ്സ് എ ബോണ്ട് മാർക്കറ്റ്. ഇന്ന് എപ്പോഴെങ്കിലും അവർക്ക് ആ ബോണ്ട് വേണ്ടേ? കിഫ്ബി വിൽ ബൈ ഇറ്റ് ബാക്ക്. മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വാങ്ങും. സോ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ബോണ്ട് മാർക്കറ്റ് ബോധപൂർവം നമ്മൾ വികസിപ്പിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യം ഇടതുപക്ഷ പാർട്ടി ബോണ്ടിനൊന്നും എതിരല്ല. എവിടെന്നാ പഠിച്ചത് ബോണ്ടിനെതിരാണെന്ന്? യു വാണ്ട് ടു ലിവ് ഇൻ സ്റ്റോൺ ഏജ്. ഇല്ലെന്ന്. വി ആർ എ മോഡേൺ പാർട്ടി.
See, see. ഞങ്ങളുടെ പ്രകടന പത്രികയിലുള്ളതാണിത്, വായിച്ചു നോക്കൂ. ഇത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല, വേറെ ആരും അത് വായിച്ചില്ലെങ്കിൽ എനിക്ക് എൻ്റെ കുഴപ്പമല്ല. സെക്കൻഡ്ലി, ഇതൊരു മോഡേൺ ഇന്ത്യക്കുള്ളിൽ പ്രവർത്തിക്കുന്നതാണ്, മോഡേൺ എക്കോണമിക്കുള്ളിൽ പ്രവർത്തിക്കുന്നതാണ്. ഇതിനൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തി തന്നെ പ്രവർത്തിക്കാൻ പറ്റും. നവ let me clear. 1% ഇഫക്റ്റീവ് നികുതി കിട്ടണമെന്നുള്ളത് മാത്രമാണ് ലെജിസ്ലേറ്റീവ് ഇൻറ്റൻഷൻ. അതുകൊണ്ട് കഴിഞ്ഞ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 21 കോടിയായിരുന്നു നികുതി, ചുരുങ്ങിയത് 200 കോടിയെങ്കിലും കിട്ടണം. അതുകൊണ്ട് ഓരോ വ്യാപാരിയും തരേണ്ട നികുതിയെക്കുറിച്ച് ഫോർമുല ഉണ്ടാക്കി. അതാണ് കോമ്പൗണ്ടിങ്. അതുപ്രകാരം എല്ലാവരും നികുതി വന്നാൽ അന്ന് 200 കോടി കിട്ടണം. അതനുസരിച്ച് കിട്ടി. ഇപ്പോൾ 600 കോടി അടുത്തായി നിൽക്കുന്നു. നൗ ഫോർ സം റീസൺ, ഞാൻ കാരണങ്ങൾ എടുക്കുന്നില്ല, കുറച്ച് വ്യാപാരികൾ ഇത് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷിതമായ രീതി ഇതാണ്. അതുകൊണ്ട് കോമ്പൗണ്ടിങ് അവസാനിപ്പിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള ഡിമാൻഡ് ഏത് വ്യാപാരി ഉയർത്തിയാലും തള്ളിക്കളയും. അവരിതിന് പുറത്തു പോയാണെങ്കിൽ 4% നികുതി എടുക്കും. ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇഫക്റ്റീവ് റേറ്റ് 1% ഉള്ളൂ. ചിലപ്പോൾ ചിലർക്ക് സ്വപ്പം കൂടുതൽ വരും, ചിലപ്പോൾ കുറച്ച് വരാം. അത് ഞാൻ റൂൾ ഔട്ട് ചെയ്യുന്നില്ല. അതർവൈസ് ഇഫക്റ്റീവ് റേറ്റ് ഉള്ളി 1%. ബട്ട് ദേ വാണ്ട് ടു ഗോ ഔട്ട് ഓഫ് ഇറ്റ്, ഗോ ഔട്ട്. പക്ഷേ കോമ്പൗണ്ടിങ് ഇല്ലാക്കുന്ന 4%. ഈ 4% കോമ്പൗണ്ടിങ്ങിന് പുറത്ത് നിൽക്കുന്നത് പിരിക്കാൻ ഊർജിതമായ ശ്രമങ്ങൾ നടന്നിട്ടില്ല. അതുണ്ടാവും. വേണ്ടി വന്നാൽ ആ കടയിൽ നികുതി ഉദ്യോഗസ്ഥനെ നിർത്തും, ബില്ല് എഴുതുന്നുണ്ടോ എന്ന് നോക്കാൻ പറ്റും. 4% നികുതി. ഈ പ്രശ്നമൊക്കെ ഒഴിവാക്കാം, കോമ്പൗണ്ടിങ്ങിലേക്ക് വരിക. നമുക്ക് വ്യാപാര സമൂഹത്തിന് ഇതുപോലെ അമ്നിസ്റ്റി കൊടുത്തിട്ടുള്ള വേറെ ഇങ്ങനെയുള്ളൂ. അമ്നിസ്റ്റി എന്താ? നിങ്ങളുടെ മുൻകാല കണക്കുകൾ ഞങ്ങൾ പരിശോധിക്കില്ല. ഷെഡ്യൂൾ റേറ്റിൽ ഏത് നിങ്ങൾ നേരത്തെ ഞങ്ങൾ മേടിച്ചു എന്ന് പറഞ്ഞ സാധനത്തൊന്നും ഷെഡ്യൂൾ റേറ്റ് വേണ്ട, അല്ലാതെ വരുന്ന ചെറിയ വിഹിതത്തിന് മാത്രം ഷെഡ്യൂൾ റേറ്റ് മതി. ദിസ് ഇസ് ദ ബെസ്റ്റ്. ലുക്ക് അറ്റ് ഹരാസ്മെൻ്റ് ഒഴിവാക്കാൻ വേണ്ടി ചെക്ക് പോസ്റ്റുകൾ സാങ്കേതികമായിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ വെച്ച് ഒരു സെക്യൂരിറ്റി മേടിക്കാൻ പാടില്ല. ചിലപ്പോൾ ഒക്കെ അത് ദുരുപയോഗപ്പെടുത്താറുണ്ട്. ബട്ട് വി ഹാവ് ടേക്കൺ എ സ്ട്രിക്റ്റ് സ്റ്റാൻഡ് ഓൺ ദാറ്റ്. മൊബൈൽ ആപ്പ് ഏത് വ്യാപാരിയും എവിടെ വെച്ച് ഒരു പ്രശ്നം നേരിട്ടാലും അവർക്ക് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സെൻറ്റർ അതെടുക്കും, പരിശോധിക്കും, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടും, ദെൻ റിപ്ലൈ കൊടുക്കും. ഇന്നിപ്പോൾ ആരെ വിളിക്കണമെന്ന് പറഞ്ഞുകൂടാ, മന്ത്രി വിളിക്കണം. മന്ത്രി വിളിച്ചാലും വേറെ ആരുടെങ്കിലും പറയും, ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാനുള്ള ഏർപ്പാടുണ്ടാകുന്നു. സോ ഇറ്റ്സ് എ വ്യാപാരി ഫ്രണ്ട്ലി. ബട്ട് ഗവൺമെൻറ് കിട്ടാനുള്ള നികുതി കിട്ടും, അതിന് വെട്ടിവെച്ചില്ല. Sorry, I can't hear you. ഈ പ്രയോറിറ്റി ലിസ്റ്റൊക്കെ നേരത്തെ ഉള്ളതാണ്, അല്ലാതെ ഇപ്പം ഉണ്ടാക്കിയ പ്രയോറിറ്റി ലിസ്റ്റല്ല. ഗവൺമെൻറ് ആസ് എ പ്രയോറിറ്റി ലിസ്റ്റ് അതനുസരിച്ച് പോകണം. നിയമസഭ തന്നെ അഗ്നിശമന കേന്ദ്രം ഒരു കൊയിലാണ്ടിയുടെ ചോദ്യം വന്നപ്പോൾ ഐ വാസ് സർപ്രൈസ്. 21ാമത്തെ റാങ്കിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ദർ ഇസ് എ ലിസ്റ്റ് ദാറ്റ് ഈസ് എക്സിസ്റ്റിംഗ്. ഇല്ല, കടകംപള്ളി എന്ന് പറഞ്ഞിട്ടുള്ളൂ. കടകംപള്ളി അവിടെ തന്നെയല്ല, സ്ഥലമുണ്ട്. ഒരു സ്ഥലത്തിനുള്ളിൽ ദർ ഇസ് എ ലാൻഡ്, അവിടെയുള്ള സ്ഥലത്ത് ഒരെണ്ണം സ്ഥാപിക്കുന്നതിന് വേണ്ടി.
ഇൻഫാക്റ്റ് ഐ ടെൽ യു സംതിങ്, ഈ നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ ഇങ്ങനെ നടന്നാൽ പോരാ. റവന്യൂ ഓഫീസറും ആധുനികമായിട്ട് സംവിധാനം കൊണ്ടുവരണം. അടുത്ത ഘട്ടം എന്ന നിലയിൽ താലൂക്ക് തലത്തിൽ മാത്രമല്ല, മൊത്തത്തിൽ വില്ലേജ് ഓഫീസുകൾ നവീകരിക്കാനുള്ള നടപടി സ്വീകരിക്കും. വെൽ, MLAs തരുന്ന റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് പരിശോധിച്ചിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് ടേക്കൻ ലൈൻ. Now, if they don't want bond, they don't have to. അവർക്ക് ബോണ്ട് വേണമെങ്കിൽ ബോണ്ട് എടുക്കണ്ട, റെഡി ക്യാഷ് കൊടുക്കും. ബോണ്ട് മതിയെങ്കിൽ ബോണ്ട് കൊടുക്കും. Now, നിങ്ങളിപ്പോൾ വിൽക്കുന്നത് പണം മേടിച്ചതെങ്കിലും ബാങ്കിൽ കൊണ്ടിടണ്ടേ? ബോണ്ടിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ ഇതിനേക്കാൾ മെച്ചമാണെങ്കിൽ യു ബൈ ദ ബോണ്ട്. ബോണ്ട് വേണ്ടെങ്കിൽ വേണ്ട. ഇന്ന് 40,000 കോടി കിടക്കുന്ന നമ്മുടെ സഹകരണ ബാങ്കിൽ നിന്ന് ആ ബോണ്ട് കൊടുത്ത് പൈസ മേടിക്കാൻ എന്താ തടസ്സമുള്ളത്? മനസ്സിലായോ? ബാങ്ക് 2 ടയർ ആക്കുന്നതിന് കൺസ്ട്രെയിൻസ് ഉണ്ടോ? RBI പ്രശ്നം വരുമോ പഠിക്കാനായിട്ട്? സി ലെറ്റ് മി ടെൽ യു, വൈദ്യനാഥൻ കമ്മിറ്റി പറഞ്ഞിട്ടുള്ള റെക്കമെൻഡേഷനിലൊന്നാണത്. അതുകൊണ്ട് ഇത് ചട്ടവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പം അതുകൊണ്ട് പഠിക്കണം. റിസർവ് ബാങ്കോട് ചർച്ച ചെയ്യും, നബാർഡോട് ചർച്ച ചെയ്യും. സോ അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം NPA കൂടുതലാണ്. അപ്പോൾ അതിനെ റീക്യാപിറ്റലൈസ് ചെയ്യണം. ഗ്രാമീൺ ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്ക് അല്ല, ഇറ്റ് ഇസ് ഓൺഡ് ബൈ സംബഡി എൽസ്. കേരള ഗ്രാമീൺ ബാങ്ക് അല്ല. ഇനിയിപ്പോൾ അതൊക്കെ ലയിപ്പിക്കാനും പോയേ ഓരോന്നിൽ. നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല, നമ്മുടെ നിയന്ത്രണത്തിലല്ല. നമുക്ക് ചെറിയ SBTയിലുള്ള പോലെ ചെറിയൊരു ഇത് ഞങ്ങളുടെ പ്രകടന പത്രികയിലുള്ളതാണെന്ന്. ഡിക്ലെയർഡ് ഇൻ അവർ മാനിഫെസ്റ്റോ. ഐ ആം ട്രൈങ് ടു ഇംപ്ലിമെൻ്റ് അവർ മാനിഫെസ്റ്റോ. ഇടതുപക്ഷത്തിൻ്റെ വിമർശനങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു. ബട്ട് ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞത് തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ അധികാരത്തിൽ കയറിയപ്പോഴല്ല, തെരഞ്ഞെടുപ്പിന് മുന്നേ. സർക്കാർ മാറിയാൽ ഇത് വേണ്ടെന്ന് വെക്കത്തില്ലെന്ന് പറഞ്ഞു. സോ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ അതിൽ ഫാക്ടറിയും ചെയ്തിട്ടില്ല. മാറ്റി താമസിപ്പിക്കേണ്ടി വന്നാൽ അതിനുള്ള ചിലവ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫിഷർമെൻ അപ്സെറ്റ് ആവണ്ട, സർക്കാർ ആ ബാധ്യത ഏറ്റെടുക്കുമെന്ന് പരസ്യമായി ബഡ്ജറ്റിലൂടെ പറയുന്നു. ലെറ്റ്സ് സി. അതിൻ്റെ ആ രീതിയിലുള്ള ഇമ്പാക്റ്റിനെ കുറിച്ച് പഠിക്കണം. പഠിച്ചിട്ടില്ല. പക്ഷെ പഠനം എന്ത് തന്നെയായാലും അത് അതിൻ്റെ വിക്ടിംസ് ആവില്ല, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി സർക്കാർ ഏറ്റെടുക്കും എന്ന് മാത്രമേ പറഞ്ഞു. ഞാനത് പരസ്യമായിട്ട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞ പോലെ സംസ്ഥാനത്തിന് താല്പര്യം പരമാവധി സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ചർച്ചകളൊക്കെ നിശ്ചയമായിട്ടും ഉണ്ടാവും. ബട്ട് നമുക്കത് മാധ്യമങ്ങളോട് നടത്തേണ്ട ഒരു ചർച്ചയല്ല, കമേഴ്ഷ്യൽ ഡിസിഷൻസ്. സോ ദാറ്റ് ഡിസിഷൻ, ആ ചർച്ചകളൊക്കെ ബന്ധപ്പെട്ടവർ നടത്തുമെന്ന് ഞാൻ ഉറപ്പ് പറയും. യെസ്, നടപ്പാക്കും. സെയിം ഈ പാക്കേജ് മെറ്റീരിയലിന്
എടുത്തു നോക്കൂ. MRP എന്ന് പറഞ്ഞാൽ മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഇൻക്ലൂഡിങ് ടാക്സസ്. എവിടെയെങ്കിലും ഇതിൻ്റെ നികുതി എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞ് MRPയിൽ 2% കുറച്ച് തരും എന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്? ഇറ്റ് ഇസ് സെൻസ്ലെസ് തിങ്. MRP ഫിക്സ് ചെയ്തിട്ടുള്ള സാധനങ്ങൾക്ക് നികുതി ഇളവ് കൊടുക്കുന്നു. ജസ്റ്റ് ലൈക്ക് കോക്കനട്ട് ഓയിൽ. കോക്കനട്ട് ഓയിലിൻ്റെ 5% നികുതി എടുത്തു കളഞ്ഞുകൊണ്ട് കേരളത്തിലെ കേര കൃഷിക്കാർക്ക് എന്തെങ്കിലും ഗുണമുണ്ട്? നിങ്ങൾ ആ നികുതി തിരിച്ച് കൃഷിക്കാർക്ക് കൊടുത്തു. ഇല്ല, ഇപ്പൊ കൂടിയേ ഉള്ളൂ. ഇല്ല, പ്രൈസ് ഒന്നും കൂട്ടാൻ പറ്റത്തില്ല. പ്രൈസ് കൂട്ടണമെങ്കിൽ പ്രിന്റ് ചെയ്യണ്ട. ഇല്ല, ഇപ്പം തന്നെ വാട്ട് ഈസ് MRP പ്രൈസ്? ദാറ്റ്സ് മൈ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇറ്റ്സ് ഇൻക്ലൂസീവ് ഓഫ് ടാക്സ്. ആ ഇൻക്ലൂസീവ് ഓഫ് ടാക്സ് എന്നുള്ളത് അടിച്ചും വെച്ചിട്ടുണ്ട്. ഒരാളും നികുതി കുറച്ചിട്ട് എവിടെയെങ്കിലും എന്നാൽ ഞങ്ങളുടെ റീറ്റെയിൽ പ്രൈസ് കുറച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടോ? അവർക്ക് വിൻഫോൾ ഗെയിൻ. അതുകൊണ്ട് ഈ നികുതി ഇളവ് നൽകി വലിയ പ്രോത്സാഹനത്തിലൊന്നും ഞാൻ വിശ്വസിക്കുന്നത്. മോസ്റ്റ് ഫൂളിഷ് കേസ് കേരളത്തിലെ വെളിച്ചെണ്ണയുടെ മേലുള്ള നികുതി എടുത്തു കളഞ്ഞു. നൗ 150 കോടി വരും. 150 കോടി കേരളത്തിലെ കൃഷിക്കാർക്ക് കൊടുക്കുന്നു. ഞാൻ ഈ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ടേ. നെയ്ബറിംഗ് സ്റ്റേറ്റിൽ ഹയർ ടാക്സ് ഇപ്പോഴത്തെ സർ. അവിടെ എത്രയാണ് ടാക്സ്? എത്രയാണ്? Let me tell you, സമീപ സംസ്ഥാനങ്ങളിൽ ഇപ്പം തന്നെ ഇതിനേക്കാൾ ഉയർന്ന നികുതിയാവുള്ളൂ. യെസ്, ഐ തിങ്ക് നമ്മൾ ഡിക്ലൈനിങ് മാർജിൻ യൂട്ടിലിറ്റി കർവിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. സോ താങ്ക് യു വെരി മച്ച്. ബട്ട് ഐ വാണ്ട് ദി ബഡ്ജറ്റ് ഇൻ ബ്രീഫ്. അല്ല നമ്മളിങ്ങനെ അടിക്കത്തുള്ളൂ. ഓൾട്ടറേഷന് കളറൊന്നുമില്ല. ഓക്കെ, എല്ലാം ഉണ്ട്. ടേബിൾ സെൽ പിന്നെ ഇതിനൂടെ ഹൈലൈറ്റ്സ് രാജു മീറ്റിംഗ് ഔട്ട്സൈഡ്. മാധ്യമപ്രവർത്തകരുടെ സംശയങ്ങൾക്കും ആശങ്കകൾക്കും ഒക്കെ മറുപടി അറിയുകയായിരുന്നു മന്ത്രി ചെയ്തത്. ഏതായാലും ജനകീയ ബജറ്റ് എന്ന നിലക്ക് തന്നെ വിലയിരുത്തപ്പെടാവുന്ന ബജറ്റാണ്. ജനകീയമായ ഒരുപാട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതോടൊപ്പം നിലവിലുള്ള സാമ്പത്തിക മാന്ദ്യത്തെ മറികടക്കാനുള്ള പ്രത്യേക പാക്കേജ് അടക്കം നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതും നികുതിയേതര വരുമാനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ അടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ബജറ്റ് കൂടിയാണ് ധനമന്ത്രി തോമസ് ഐസക് അവതരിപ്പിച്ചിരിക്കുന്നത്.